ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല പോകുന്നത്, എൻ്റെ കൂടെ രണ്ടുപേരോടും ഉണ്ട്. അപ്പോൾ വേറെ അങ്ങോട്ടല്ല, നമ്മളെ കൊല്ലങ്കാരുടെ എല്ലാം പ്രിയപ്പെട്ട SM കോളേജിലേക്കാണ് കേട്ടോ. എൻ്റെ PG എല്ലാം കംപ്ലീറ്റ് ചെയ്തത് അവിടെയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഈ രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ, ശ്രുതിയും സജിതയും. ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ല ദൂരെ നിന്നാണ് കേട്ടോ വന്നത്. സജിത ഇപ്പം ദുബായിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ശ്രുതിയാണെങ്കിൽ നല്ല ഒന്നാന്തര ആലപ്പുഴക്കാരി. ഞങ്ങളെല്ലാവരും തന്നെ ഒരേ ഡിപ്പാർട്ട്മെൻറ്റോ ഒരേ ക്ലാസ്സോ ഒന്നും ആയിരുന്നില്ല. ഞങ്ങളെല്ലാം കൂട്ടി ഇണക്കിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ രണ്ടെണ്ണം എൻ്റെ ജൂനിയേഴ്സാണ്. പിന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഞങ്ങളൊരു ചങ്ക് കൂട്ടുകാരി മിസ്സിങ് ആണ്. അവൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ദിവസം ത്രൂ ഔട്ട് ഞങ്ങൾ അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സജി ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ആദ്യം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നു കേട്ടോ. SM കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് കയറുന്നത്. ഇത്ര ഒരു വർഷത്തിനിടയ്ക്ക് എല്ലാവരുടെ ലൈഫിലും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രുതി ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ഫസ്റ്റ് ബ്ലോക്കിലും സെക്കൻഡ് ബ്ലോക്കിലും ഒക്കെ തന്നെ ആയിട്ടാണ്. ഇവിടെ നിന്നെല്ലാം വേർപെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളത് മാത്രമല്ല ഫിസിക്സുകാരുടെ. ഈ കോളേജുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഫിസിക്സും കെമിസ്ട്രിയും ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് മെയിൻ ബ്ലോക്കിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലേ ഞങ്ങൾ ബ്ലോക്കിലേക്ക് എത്തത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്നത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇതിനും അകത്തായിട്ടാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. മെയിൻ ബ്ലോക്കിൽ നിന്ന് മാറി ഇത്രയും അകലത്തായതുകൊണ്ട് തന്നെ കോളേജിൽ നടക്കുന്ന ഒട്ടുമിക്ക പരിപാടികളാണെങ്കിലും അടികളാണെങ്കിലും ഞങ്ങൾ അങ്ങനെ അറിയാറില്ല. അപ്പോൾ ഒരു 2 വർഷത്തെ എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇവിടേക്ക് കയറി വരുമ്പോഴേ ആദ്യം ഓർമ്മ വരുന്നത് ആ സമയത്ത് സബ്മിറ്റ് ചെയ്യാനുള്ള അസൈൻമെൻറ്റുകളും പിന്നെ ആ റെക്കോർഡ് പിടിച്ചുള്ള ഓട്ടവുമാണ്. PG സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. ക്ലാസ്സിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതലും ലാബിൽ സമയം ചിലവഴിക്കുന്നവരായിരിക്കും നമ്മൾ. അവിടെ ലാബ് എക്സാം ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനെ ആരും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് തിരിച്ചു കേട്ടോ. SM കോളേജ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണിത്. ഹോളി ഫെസ്റ്റ് ആണെങ്കിലും ഓണത്തിൻ്റെ പ്രോഗ്രാമുകളാണെങ്കിലും അത്യാവശ്യം സ്റ്റേജിൽ നടത്താൻ പറ്റില്ലാത്ത എല്ലാ പ്രോഗ്രാമുകളും ഈ ഒരു സ്ക്വയറിൽ വെച്ചിട്ടാണ് നടത്താറുള്ളത്. അവിടെ ഇരുന്ന് ഞങ്ങൾക്കും പറയാനുണ്ടായിരുന്നു ഒരുപാട് കഥകൾ. കാരണം ഫസ്റ്റ് ഞാനിവിടെ എത്തുമ്പോഴത്തേനെ അഡ്മിഷൻ എത്തിയപ്പോഴത്തേന് ഇവിടെ വെച്ചിട്ട് കുറേ പിള്ളേർ പാർട്ടിയുടെ പേരിൽ അടി കൂടുന്ന കണ്ടിട്ടാണ് ഞാൻ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തത് തന്നെ. പിന്നെ കൊല്ലം SM കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ പഴയ ഒരു അടിയോളമൊന്നും ഇപ്പോഴില്ല കേട്ടോ. അവിടെ പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോയിരിക്കാറുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കൊല്ലം SM കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കുന്നൊരു പേര് തന്നെയാണ് നമ്മളെ ലക്ഷ്മി ബേക്കറി. ഈ SM കോളേജിൽ പഠിച്ച ഒരാൾ പോലും ഇവിടെ കയറാതെ എന്തായാലും പോയിട്ടുണ്ടായിരിക്കത്തില്ല. പിന്നെ ഇവിടെ ചെറിയ ബഡ്ജറ്റിനാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളെ ലക്ഷ്മി ബേക്കറിയിലെ മുട്ട പപ്സും നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ നമ്മളെ വെജ് വേയിലെ മസാല ദോശ, പിന്നെ പൈസ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി തന്നെ. ഒരു ബിരിയാണി ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റില്ല കേട്ടോ. അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഒരേപോലെ തന്നെ. നമ്മളൊരു 2 ബിരിയാണിയും പിന്നെ ബാക്കി അവിടുത്തെ ഫലൂഡയും പിന്നെ ഫ്രഷ് ജ്യൂസുമാണ് പറഞ്ഞിരുന്നത്. പിന്നെ പോരാത്തതിന് ഞാൻ വീട്ടിൽ നിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബോളിയും വാങ്ങിച്ചിട്ട് പായസവും ബോളിയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. പിന്നെ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേന് ഞങ്ങൾക്കിതൊരു കറക്റ്റ് മീൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് കടകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. അവിടുന്ന് തന്നെ നേരെ ഷോപ്പിങ്ങിനായിട്ടാണ് വന്നത്. സജിമോള് നെക്സ്റ്റ് വീക്കിൽ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കണമായിരുന്നു. പിന്നെ ഞങ്ങളും പിന്നെ വെറുതെ വായി നോക്കി അവിടെ എല്ലാം നടന്നു കേട്ടോ. പണ്ട് നമ്മൾ വരുന്നൊരു ഷോപ്പ് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഓണർ മാറിയിട്ട് ഇപ്പോൾ വേറെ ആൾക്കാരാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കളക്ഷൻസ് ഉണ്ട്, എന്നാലും പഴയതുപോലെ അങ്ങോട്ട് തോന്നിയില്ല. അവിടുന്ന് തന്നെ നമ്മൾ നേരെ വന്നത് ഇവിടെ ഒരു പുതിയ കടയിലേക്കാണ് കേട്ടോ. ഇവിടെ നമ്മളെ ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റായിട്ട് ജുമുക്ക സെക്ഷൻ മാത്രമായിട്ട് ഒരു കട ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ കടയിലേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. കമ്മലിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന കമ്മലുകൾ അത്യാവശ്യം നല്ല വിലക്കുറവിന് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ സെറ്റ് സാരിയുടെ ഹാഫ് സാരിയുടെ ഒക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി മാലകളുടെ കളക്ഷനും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ നോക്കി നടക്കുന്നവർ ഈ കടയൊന്ന് വിസിറ്റ് ചെയ്തു കേട്ടോ. ട്രഡീഷണലിലോടാണെങ്കിലും വെസ്റ്റേണിലോടാണെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കമ്മലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നതിനേക്കാളും അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ 2 വീലറിലായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും കൂടെ എൻ്റെ വണ്ടിക്കകത്ത് ഞങ്ങൾ ഹോസ്റ്റലിലേക്കുള്ള പോക്കാണ് കേട്ടോ ഇത്. പിന്നെ പ്രത്യേകം പറയാം, ഇത് മെയിൻ റോഡൊന്നും അല്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സാഹസത്തിന് നിന്നത്. അല്ലെങ്കിൽ എല്ലാ സമയം ഇവിടെ എല്ലാം പോലീസുകാർ കാണും. ഹെൽമെറ്റ് പോലും ഇല്ലെങ്കിൽ നമുക്ക് പെറ്റിയടിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു ഡ്രൈവ് തന്ന വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ.
പിന്നെ എന്തോ ഞങ്ങളെ ഭാഗ്യത്തിന് ആ വഴി പോലീസുകാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പെറ്റിയടിക്കാനാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്തതിനും ഈ ട്രിപ്പിൾസ് അടിച്ച് പോകുന്നതിനും എല്ലാത്തിനും കിട്ടും. ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ നേരെ നമ്മൾ കർബലയിൽ വന്നിട്ട് ഒരു ലൈം ജ്യൂസ് അങ്ങ് പാസ്സാക്കി കേട്ടോ. കർബലയിൽ ഈ ഷോപ്പിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഞങ്ങളെ ഹോസ്റ്റൽ. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ കയറാൻ നേരം വൈകിയാലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഇവിടെയൊക്കെ തന്നെയാണ് വന്ന് വാങ്ങിക്കാറുള്ളത്. ഈ നേഴ്സിംഗ് സ്കൂളിൻ്റെയും എസ് സ്കൂളിൻ്റെയും പിന്നെ ഈ ലോ കോളേജിൻ്റെ എല്ലാം ഒത്ത നടുവിലായിട്ടാണ് ഞങ്ങളെ ഹോസ്റ്റൽ വരുന്നത്. ഇത് എസ് കോളേജിലെ മാത്രം ഹോസ്റ്റലല്ല കേട്ടോ. ഇവിടെ ലോ കോളേജിലെ കുട്ടികളും നമ്മളെ നേഴ്സിംഗിലെ കുട്ടികളും എല്ലാവരും ഈ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. ഒരു 5-6 വർഷം മുമ്പ് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിറങ്ങിയപ്പോഴത്തേന് ഭയങ്കര വിഷമമായിരുന്നു. കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഈ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ്. ഞാൻ അത്യാവശ്യം നല്ല പേടിച്ചാണ് കയറുന്നത്. വേറൊന്നുമല്ല, ഞങ്ങളുണ്ടായിരുന്നപ്പോൾ തൊട്ടേ ഇവിടെ ഒരു കുഞ്ഞൻ 2 പട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ അവർ അത്യാവശ്യം നല്ല വലുതാവാനുള്ള സമയമായി. പിന്നെ നമ്മൾ ഹോസ്റ്റലിലുണ്ടായിരുന്നപ്പോഴത്തേനാണ്ട എല്ലാവരും മാറിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ നമ്മളെ പഴയ ഒരു വാർഡനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് കയറിയത്. ആൻറ്റി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ വാർഡനാണുള്ളത്. നമ്മൾ PG സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വല്ലാത്ത പ്രിവിലേജ് ആയിരുന്നു കേട്ടോ. ഹോസ്റ്റലിലേക്ക് വരുന്ന ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് ഇയർ വരുന്ന PG സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മളായിരിക്കും ഏൽപ്പിക്കാറുള്ളത്. ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അതിനുള്ള വഴക്ക് കേൾക്കുന്നത് ഞങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ഫാമിലി ഫുള്ള് തൃശ്ശൂർ സെറ്റിലായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഹോസ്റ്റലിൽ വന്ന് നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവധിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. തൃശ്ശൂർ വരെയൊക്കെ പെട്ടെന്ന് പോയി വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തൃശ്ശൂരുള്ളവരും പാലക്കാടും കണ്ണൂരും എല്ലാം ഉള്ളവർ ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ 2nd ഫ്ലോറിലായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ എല്ലാ ഹോസ്റ്റലിലെയും പോലെ തന്നെ ഇവിടുത്തെ ഫുഡും ഭയങ്കര പരിതാപകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോയിട്ട് വരുന്നവരെല്ലാം കൊണ്ടുവരുന്ന കാത്ത് ഇവിടെ ഒരു ഇരിപ്പുണ്ടായിരുന്നു. കോളേജിനേക്കാൾ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതലും അടുപ്പമുള്ള സൗഹൃദങ്ങൾ കിട്ടിയതും അവിടെ നിന്നിറങ്ങി 2 പേരെ വണ്ടി കയറ്റി വിട്ടിട്ട് അടുത്തൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള കാത്തിരിപ്പ് ഇവിടെ തുടങ്ങണം.